ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ചെയിൻ ഗൈഡ് കണ്ടോ. ഈ സാധനം ഈ ചെയിൻ്റെ സുഗമമായിട്ടുള്ള റോളിങ്ങിന് വേണ്ടി സഹായകമായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇത് പൊട്ടിപ്പോയി, അപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇത് വെരി സിമ്പിളാണ്. ആദ്യം നമ്മൾ ഇവിടുത്തെ 3 ബോൾട്ട് എടുത്ത് മാറ്റുക. അതിനുശേഷം ഇവിടുത്തെ ഈ ചെയിൻ ഗാർഡ് ഉണ്ടല്ലോ, ഈ ചെയിൻ ഗാർഡ് അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സുഖമായിട്ട് ഇതുപോലെ നമുക്ക് വെക്കാം. ഓക്കെ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ. ഐ ഹോപ്പ് ദിസ് വിൽ ബി സക്സസ്ഫുൾ. ഐ ഡോണ്ട് നോ. ചെയിൻ്റെ ഉള്ളിൽ കൂടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ അടി കൂടി ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് ഓക്കെ, നോട്ട് എ പ്രോബ്ലം. ഓക്കെ, കണ്ടോ ഇത് വന്നു. ഇവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ താഴെയുണ്ട് ഒരു പൊസിഷൻ, അവിടെയും ചെയ്യും. മൂവ് ചെയ്യാത്തത് തിരിച്ചാണോ അല്ലേ? ആ, തിരിച്ചാണ് അല്ലേ? അല്ല, തിരിച്ചല്ല, ഇങ്ങനെ തന്നെയാണ് വലിച്ചിടണം. ഇങ്ങനെ എടുത്തിട്ട് വലിച്ചിട്ടാവും. ഓക്കെ, ഇറ്റ് വിൽ ബി ഫൈൻ. അതെല്ലാം തിരിച്ചിടണോ? ഒരു സംശയം. തിരിച്ചാണോ? തിരിച്ചല്ല, ഇവിടെ അടയാളുണ്ടല്ലോ, ആ അടയാളത്തിൽ തന്നെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അല്ല, കൈവിട് നമ്മൾ ഇതുണ്ട്. തിരിച്ച് ആണോ മറിച്ചാണോ എന്നൊരു സംശയം. ഇങ്ങനെ ഓക്കെ, എനിക്ക് തോന്നുന്നത് തിരിച്ചാണോ. തിരിച്ചിട്ട് നോക്കാം. I don't know whether it is possible or not. No idea. തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്രൂ ചെയ്യണ സാധനം ഇങ്ങോട്ട് തിരിഞ്ഞു വരില്ലേ? ആ, തിരിഞ്ഞു വരണോ? വന്നോട്ടെ. അങ്ങനെയല്ല, ഇതിന്റെ ഷേപ്പിൽ അവിടെ നേരത്തെ വെച്ചതിന്റെ അടയാളമുണ്ട്. ഇങ്ങനെയല്ലേ? ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ. ഇത് 1W, ഇത് എങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ. അപ്പോൾ ശ്രദ്ധിക്കുക കൂട്ടുകാരെ, ഇതാ ഇങ്ങനെ ഈ ഹോള് കുറച്ചുള്ള സ്ഥലം മുകളിൽ വരണം, ബാക്കി താഴെ വരണം, അല്ലെങ്കിൽ പിന്നെ വലിച്ചു വേണ്ടി വരും. ലെറ്റ് മീ ട്രൈ. നിങ്ങളിൽ പലരും ഇത് മാറ്റിയിട്ടുണ്ടാകാം ബൈ ദ ടൈം നൗ, ഐ ഡോണ്ട് നോ. ബട്ട് എൻ്റെ ഏതാണ്ട് 4000 കിലോമീറ്റർ ആയപ്പോഴേക്കും പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലായത് റൈഡ് ചെയ്യുന്നതോറും ഈ സാധനം ഫ്രജൈലാണ്. കൈൻഡ് ഓഫ് സാക്രിഫൈസ് ഇറ്റ് ഈസ് ഡൂയിങ്. ഓക്കെ, ഇതും കൂടി അഴിക്കായിരുന്നു കേട്ടോ, സിമ്പിളായിട്ട്. ഈ ചെയിൻ്റെ ഇതും കൂടി അഴിക്കാമായിരുന്നു. ഇറ്റ്സ് ഓക്കെ. നോക്കട്ടെ. എന്നാ ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ നമ്മൾ ഈ സാധനം കിട്ടും. ഇതിൻ്റെ കൂടെ ഇത് വാങ്ങിക്കുക, ഇത് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ തവണ ഞാൻ റൈഡിന് പോയപ്പോൾ ഇങ്ങനെ പോയി, എനിക്കും ഒരു പിടുത്തം കിട്ടില്ല ഇത് എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വേറെ എവിടെ നിന്നും അല്ല, ഇത് സ്ക്രൂ. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ഹെൽമെറ്റ്, ബെല്ലിൻ്റെ ഹെൽമെറ്റിൽ ചെറിയ ബഫറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാനൊരു പുതിയ വിൻഡ് ഡിഫ്ലക്ടർ വാങ്ങിച്ചു, കെവി മോട്ടയുടെ. ഇതാണ് സംഭവം, കൊള്ളാം, സിമ്പിളാണ്. ഇത് നമുക്ക് ഇതുപോലെ ഫോൾഡൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ലിവറുണ്ട്,
പിന്നെ നമുക്ക് ഇതുപോലെ താഴ്ത്താം പൊക്കാം ഒക്കെ ചെയ്യാം. ഉദാഹരണമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് 2 കൈയും വെച്ചിട്ട് കുറച്ച് ലൂസാക്കിയാണെങ്കിൽ നമുക്ക് ഓൺ ദ വേയിലും റൈസ് ചെയ്യാൻ പറ്റും, താഴ്ത്താനൊക്കെ പറ്റും. അപ്പോൾ അത് കണ്ടല്ലേ, അങ്ങനെ ചെയ്യാം. ഓക്കെ, രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പൊക്കാം. അപ്പോൾ എനിക്ക് നല്ല ബഫറ്റിങ് കുറവുണ്ട് കേട്ടോ, ബഫറ്റിങ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി പില്യൻ റൈഡർ കൂടി കയറിയതിന് ശേഷം നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വണ്ടി കുറച്ചുകൂടി താഴുമല്ലോ. എന്തില്ല അപ്പോൾ നമ്മൾ പഴയ ടൈപ്പ് ഡിഫ്ലക്ടറിനെക്കാട്ടി കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ട്. ഞാൻ സ്മോക്ക് കളർ എടുത്തത്. പിന്നെ കുറച്ചും കൂടിയും നല്ല ഫങ്ഷനാലിറ്റി ഉണ്ട്. നമുക്കിതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പൊക്കാം, താഴ്ത്താം, മടക്കാം ഒക്കെ ചെയ്യാം. ഈ ഹെൽമെറ്റ് ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് ബഫറ്റിങ് ഫീൽ ചെയ്തത്. നല്ല ബഫറ്റിങ് ഉണ്ടായിരുന്നു. ബട്ട് നൗ ആഫ്റ്റർ ദാറ്റ് ബഫറ്റിങ് ഹാസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്.